എടയ്ക്കോട് LPSൻ്റെ കഥ പറയുന്നതിനുമെന്ന പ്രോഗ്രാമിൽ എനിക്കും ഒരു കഥ പറയാൻ അവസരം തന്നതിന് എല്ലാവരോടും ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. ഞാൻ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു 6ലോ 7ലോ ആണ് ഞാൻ പഠിക്കുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു വാചകം ആരാച്ചാർ എന്നുള്ളൊരു ഒരു മലയാളം വേർഡ്. പക്ഷെ ആ ആരാച്ചാർ എന്താണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് അന്ന് കേൾക്കാനിടയായ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയെ തൂക്കിലേക്കുന്ന സമയത്ത് ഒരു ആരാച്ചാർ നിയോഗിക്കപ്പെട്ടു എന്നൊക്കെയുള്ളൊരു വാർത്ത ഞാൻ വായിക്കാനിടയായി. അന്ന് എൻ്റെ മനസ്സിൽ പതിഞ്ഞൊരു വാക്കാണ് ആരാച്ചാർ. വർഷങ്ങൾക്കിപ്പുറം 2 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന കൂട്ടത്തിലുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ലൈബ്രറിയിൽ പോയി ഒരു പുസ്തകം ഇങ്ങനെ നോക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മനസ്സിലല്ല എനിക്ക് ആ നോക്കുന്നതിനിടയിൽ ഞാൻ കണ്ടൊരു പുസ്തകമാണ് ആരാച്ചാർ. പെട്ടെന്ന് എനിക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ 6ലോ 7ലോ പഠിക്കുമ്പോൾ കേട്ട ആ വാക്ക് എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ പെട്ടെന്ന് ആ KR മീര എഴുതിയ പുസ്തകമാണ്. ഇതിന് മുമ്പ് KR മീര എഴുതിയ ഒരു പുസ്തകവും കൂടുതലും ലേഡീസ് എഴുതുന്ന, സ്ത്രീകളുടെ എഴുതുന്ന പുസ്തകങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഞാൻ വായിക്കുന്ന ആളാണെങ്കിൽ കൂടി ഇപ്പോൾ KR മീര എഴുതിയ ആ പുസ്തകം ഞാൻ അവിടെ നിന്ന് എടുക്കുകയും അത് എടുക്കാൻ കാരണമെന്ന് പറയുന്നത് അന്നത്തെ ആ ഒരു വാക്കാണ്. അപ്പം അതെടുത്ത് വായിക്കാനിടയാവുകയും ചെയ്തു. ഈ വായിച്ചിട്ട് ഞാൻ 2 വർഷങ്ങൾക്കിപ്പുറവും ആ ആരാച്ചാർ എന്ന് പറയുന്ന പുസ്തകം ഞാനത് ഓർത്തിരിക്കണമെങ്കിൽ എന്നെ ആ പുസ്തകം അത്രയേറെ ആകർഷിച്ചത് കൊണ്ടാണ്. അതിലെ ആ നോവലിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്, സ്ത്രീ കഥാപാത്രമാണ്. ചേതന വൃന്ദമല്ലിക്കിൻ്റെ ജീവിതത്തിലൂടെയാണ് ആ കഥ മുന്നോട്ട് പോകുന്നത്. തലമുറകളായി ആരാച്ചാരുടെ ജോലി ചെയ്തിരുന്ന ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലവും സ്ത്രീയുടെ ജീവിത സമരങ്ങളും വളരെ ശക്തമായ ആ നോവലിൽ KR മീര അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്ത്രീ സമൂഹം സ്ത്രീകളെ എങ്ങനെ കാണുന്നു, സ്ത്രീ സമൂഹമല്ല നമ്മുടെ സമൂഹം സ്ത്രീകളെ എങ്ങനെ കാണുന്നു എന്നോ അവർ നേരിടുന്ന വെല്ലുവിളികളും ഈ കൃതിയിൽ ഉടനീളം ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ ആരാച്ചാർ എന്ന് പറയുന്ന ഈ കൃതി, ഈ നോവല് നമുക്ക് പ്രധാനമായിട്ടും നൽകുന്നൊരു സന്ദേശമുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും പ്രാധാന്യം അതിനകത്ത് മെയിനായിട്ടും എടുത്ത് പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് പുരുഷന്മാരോടൊപ്പം തന്നെ തുല്യ അവകാശവും സ്വാതന്ത്ര്യവും നമ്മുടെ നാട്ടിലുണ്ടെന്നും അത് ആ അവസരങ്ങൾ ലഭിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയും ഈ കൃതിയിലുടനീളം പറയുന്നുണ്ട്. അധികാരം, നീതി, ശിക്ഷ, മനുഷ്യാവകാശം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ ഈ കൃതി നമ്മെ പ്രാപ്തയാക്കും. ഈ ആരാച്ചാർ എന്നുള്ള ഒരു നോവല് എനിക്കൊരു കഥ മാത്രമായിരുന്നില്ല യഥാർത്ഥത്തിൽ. ആരാച്ചാർ ആരാണെന്ന് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ ആരാച്ചാർ എന്നുള്ളൊരു വാക്ക് എൻ്റെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് മാത്രം എടുത്ത് വായിച്ചൊരു കൃതി മാത്രമായിരുന്നു എനിക്ക്. അത് വായിച്ചു തുടങ്ങുന്നത് വരെ അത് ഓരോ പേജ് ഇങ്ങനെ വായിച്ച് ആവേശത്തോടു കൂടി വായിച്ച് വന്നപ്പോൾ അതിൽ ഒരു മനുഷ്യ ജീവിതത്തെയും സമൂഹത്തെയും പുതിയൊരു കാഴ്ചപ്പാടിലൂടെ മനസ്സിലാക്കാൻ സഹായിച്ച ഒരു അനുഭവമായിരുന്നു എനിക്ക് ആ കഥയെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ ഏറെ സ്വാധീനം ചെലുത്തിയ ഒരു മികച്ച നോവലായി ആ ഒരു നോവലെന്നും ഈ ആരാച്ചാർ എന്ന് പറയുന്ന KR മീര എഴുതിയ നോവലെന്നും നിലനിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒപ്പം ഇനിയും ഒരുപാട് വായിക്കാനുണ്ട്, ഒരുപാട് വായിക്കും. ഇതുപോലെ ഒരുപാട് വായിച്ചതിൻ്റെ കഥകൾ എനിക്ക് പറയാനുണ്ട്, വീണ്ടും പറയും. അപ്പം നിങ്ങളും വായിക്കുക. ഒരുപാട് വലിയ നോവലൊന്നും വായിക്കണമെന്നില്ല. ചെറുതാണെങ്കിലും ഒരു ബാലരമയെങ്കിലും